അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 8ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാമിൻ, 8ാമത്തെ പാഠം. അഷ്റഖൽ ബദർ. ഈ പാഠത്തിൽ നമ്മളൊരു ബെയ്ത്താണ് പഠിക്കുന്നത്. ഈ ബെയ്ത്ത് നിങ്ങൾ നന്നായി ഈണത്തിൽ പാടി പഠിക്കുക. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാ അലൈക്കും. ഇനി ബാക്കി വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. അഷ്റഖൽ ബദറു അലൈന ഫഹ്തഫത് മിൻഹുൽ ബുദൂർ. അതിന്റെ അർത്ഥം നോക്കൂ. പൗർണമിയായി അങ്ങ് ഉദിച്ചതിൽ പിന്നെ മറ്റുള്ള ദീപ്തികളെല്ലാം പ്രഭയറ്റു പോയല്ലോ. മിസില ഹുസൈനിക്ക മാറ ഐന ഖത്തുയ വജ്ഹ സുറൂർ. അതിന്റെ അർത്ഥം സന്തുഷ്ടവദനരെ, ഞങ്ങൾ അങ്ങയെപ്പോലെ അഴകുള്ളതൊന്നും കണ്ടിട്ടില്ല. യാ വലിയൽ ഹസനാത്ത്. അതിന്റെ അർത്ഥം നന്മകൾക്കെല്ലാം ഉടമയായ രക്ഷിതാവേ. യാ റഫീഅ ദറജാത്ത്, പദവികൾ ഉയർന്നവനെ. അടുത്തത് നോക്കൂ. കഫിറൻ അന്നി ദുനൂബി, എനിക്ക് എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരേണേ. വാഫിറൻ ലി സയ്യിആത്തി, എനിക്ക് എൻ്റെ തിന്മകൾ നീ പുറത്തു തരേണേ. അൻത അഫ്വാറുൽ ഖതായ. അതിന്റെ അർത്ഥം നീ ദോഷങ്ങൾ വളരെയധികം പുറത്തു തരുന്നവനാണ്. വദ്ദുനൂബിൽ മൂബിക്കാത്ത്, പാപങ്ങളും വൻദോഷങ്ങളും അധികമായി പുറത്തു തരുന്നവനുമാണ്. അൻത സത്താറുൽ മസാവി. അതിന്റെ അർത്ഥം നീ ന്യൂനതകളെ വളരെയധികം മറച്ചു വെക്കുന്നവനാണ്. വ മുക്കീലുൽ അസറാത്ത്. അതിന്റെ അർത്ഥം വീഴ്ചകളെ അസാധുവാക്കുന്നവനുമാണ് നീ. അടുത്ത വരി. ആലിമു സിരി വാഹഫ. അതിന്റെ അർത്ഥം അള്ളാഹു രഹസ്യങ്ങളും മറച്ചു വെച്ചതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. മുസ്തജീബു ദഅവാത്ത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമാണ്. അടുത്ത വരി നോക്കൂ. റബ്ബന ഇർഹംന ജമീഅ. അതിന്റെ അർത്ഥം ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്കെല്ലാം നീ കാരുണ്യം ചൊരിയേണേ. ബി ജമീഇ സ്വാലിഹാത്ത്, ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകൾ കൊണ്ടും. നിങ്ങൾ ഈ ബെയ്ത്ത് നന്നായി ഈണത്തിൽ പാടി പഠിക്കുക. ഇനി നമുക്കതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വനഫ, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ ബൈത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അഷ്റഖ, ഉദിച്ചു. വജ്ഹുൻ, മുഖം. ബദർ, പൂർണ്ണചന്ദ്രൻ. സുറൂർ, സന്തോഷം. ഹുസ്ൻ, സൗന്ദര്യം. വലിയുൻ, രക്ഷിതാവ്, അതായത് ദാതാവ്. ദംബുൻ, പാപം. കഫീർ, പൊറത്തു തരേണമേ. ദറജ, പദവി. റഫിയോൻ, ഉയർന്നവൻ. സയ്യ, തിന്മ. ഹസനത്തുൻ, നന്മ. ഖതീഅത്തുൻ, ദോഷം. ഗഫാറുൻ, വളരെയധികം പൊറുക്കുന്നവൻ. മോബിക, വലിയ ദോഷം. സത്താർ, വളരെയധികം മറച്ചു വെക്കുന്നവൻ. മസാവി, ന്യൂനതകൾ. അസുറ, വീഴ്ച. മുക്കീൽ, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. ദഅവ, പ്രബോധനം. സിറുൻ, രഹസ്യം. റഹിമ, കരുണ ചെയ്തു. മുസ്തജീബ്, ഉത്തരം ചെയ്യുന്നവൻ. ഇർഹം, നീ കരുണ ചെയ്യണമേ. ജമീഅ്, എല്ലാം. സ്വാലിഹ, സുഹൃതം. അപ്പോൾ ഈ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം. നക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതാനുള്ളതാണ്. ഉദാഹരണം നോക്കൂ. 1, നബി, അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, പ്രവാചകൻ. ഇപ്പുറത്ത് നോക്കൂ. യാ നബി, പ്രവാചകരെ. അടുത്തത് നോക്കൂ. ഹബീബ്, ഇഷ്ടപ്പെട്ടയാൾ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? യാ ഹബീബ്, അതിൻ്റെ അർത്ഥം ഇഷ്ടപ്പെട്ടവരെ. റസൂൽ, അതിൻ്റെ അർത്ഥം ദൂതർ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ എങ്ങനെ എഴുതുക? യാ റസൂൽ, അർത്ഥം ദൂതരെ. അടുത്തത് ജദ്ദുൽ ഹുസൈൻ, അതിൻ്റെ അർത്ഥം ഹുസൈൻ അവരുടെ വലിയുപ്പ. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ എങ്ങനെ എഴുതുക? യാ ജദ്ദൽ ഹുസൈൻ, ഹുസൈൻ അവരുടെ വല്യുപ്പയെ. വലിയുൽ ഹസനാത്ത്, അർത്ഥം നന്മകളുടെ രക്ഷിതാവ്. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് എങ്ങനെ എഴുതുക? യാ വലിയൽ ഹസനാത്ത്,
നന്മകളുടെ രക്ഷിതാവേ. അടുത്തത് റഫീഉ ദറജാത്ത്, പദവികൾ ഉയർന്നവർ. അപ്പൊ ഇപ്പുറത്ത് എങ്ങനെ എഴുതുക? യാ റഫീഅ ദറജാത്ത്, പദവികൾ ഉയർന്നവരെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതുക. നക്തുബ് കമാഫിൽ മിസാൽ, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നമുക്ക് ജമ എഴുതാനുള്ളതാണ്, അതായത് ബഹുവചനം എഴുതാനുള്ളതാണ്. ദംബുൻ, അതിന്റെ ജമ എന്താണ്? ദുനൂബ്. ദംബുൻ എന്ന് പറഞ്ഞാൽ പാപം, ദുനൂബ് പാപങ്ങൾ. ഹസനത്തുൻ, അതിന്റെ ജമ എന്താണ്? ഹസനാത്ത്. ഹസനത്തുൻ എന്ന് പറഞ്ഞാൽ നന്മ, ഹസനാത്ത് നന്മകൾ. സയ്യിഅത്തുൻ, അതിന്റെ ജമ സയ്യിആത്ത്. സയ്യിഅത്ത് എന്ന് പറഞ്ഞാൽ തിന്മ, സയ്യിആത്ത് തിന്മകൾ. ദറജ, പദവി. ദറജാത്ത്, പദവികൾ. ഇപ്പൊ ദറജ എന്നുള്ളതിന്റെ ജമ ദറജാത്ത്. ഖതിയ, അതിന്റെ ജമ ഖതിയാത്ത്. ഖതിയ എന്ന് പറഞ്ഞാൽ ദോഷം, ഖതിയാത്ത് ദോഷങ്ങൾ. അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് എഴുതാം. സ്വാലിഹ, അതിന്റെ ജമ സ്വാലിഹാത്ത്. അസ്റ, അതിന്റെ ജമ അസറാത്ത്. ബദറുൻ, അതിന്റെ ജമ ബുദൂർ. ദഅവ, അതിന്റെ ജമ ദഅവാത്ത്. ദഹ്റുൻ, അതിന്റെ ജമ ദുഹൂർ. നക്തുബ് കമാഫിൽ മിസാൽ, അതിലെ മൂന്നാമത്തത് നോക്കൂ. അല്ലാഹു ഗഫാറുൻ, അല്ലാഹു ഗഫാറു ദുനൂബ്. അതുപോലെ നമ്മൾ എഴുതാനുള്ളതാണ്. അല്ലാഹു ഗഫാറുൻ, അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു വളരെയധികം പൊറുക്കുന്നവനാണ്. അല്ലാഹു ഗഫാറു ദുനൂബ്, അല്ലാഹു പാപങ്ങൾ വളരെയധികം പൊറുക്കുന്നവനാണ്. ഇനി അതുപോലെ നമ്മൾ എഴുതാനുള്ളതാണ്. നോക്കൂ. അല്ലാഹു സത്താറുൻ, അതിന്റെ അർത്ഥം അല്ലാഹു വളരെയധികം മറച്ചു വെക്കുന്നവനാണ്. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ എങ്ങനെ എഴുതുക? അല്ലാഹു സത്താറുൽ മസാവി, അല്ലാഹു ന്യൂനതകൾ വളരെയധികം മറച്ചു വെക്കുന്നവനാണ്. അടുത്തത് അല്ലാഹു മുസ്തജീബ്, അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്. അല്ലാഹു മുസ്തജീബു ദഅവാത്ത്, അല്ലാഹു പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങൾ അവിടെ എടുത്ത് എഴുതുക. അവിടെ നിങ്ങൾ അർത്ഥമൊന്നും എഴുതേണ്ടതില്ല, അവിടെ കൊടുത്തതുപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നുൻഷിദു വനതദവ്വക്, അതായത് ഈ പാട്ട്, ഈ ബെയ്ത്ത് നിങ്ങൾ പാഠത്തിൽ പഠിച്ചല്ലോ, അത് നിങ്ങൾ ആസ്വദിച്ചിട്ട് പാടാനുള്ളതാണ്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.